സംസ്ഥാനത്തെ റേഷൻ വ്യാപാരികളോട് സർക്കാർ കാട്ടുന്നത് കടുത്ത അവഗണന. വ്യാപാരികൾക്ക് ഓണറേറിയം നൽകേണ്ടതില്ലെന്ന സർക്കാർ തീരുമാനത്തിൽ പ്രതിഷേധം ശക്തമാവുകയാണ്. ഓണത്തിന് കമ്മീഷൻ പോലും നൽകാതെ സർക്കാർ സ്വീകരിച്ചത് വഞ്ചനാപരമായ നിലപാടാണെന്നും വ്യാപാരികൾ പറയുന്നു. സംസ്ഥാനത്തെ 14,000-ഓളം വരുന്ന റേഷൻ വ്യാപാരികളോട് സർക്കാർ കാട്ടുന്നത് കടുത്ത അവഗണനയാണ്. സെപ്റ്റംബർ 3-ാം തീയതി റേഷൻ വ്യാപാരി സംഘടനാ പ്രതിനിധികളുമായി ഭക്ഷ്യമന്ത്രി ചർച്ച നടത്തിയിരുന്നു. 1000 രൂപ ഓണറേറിയം നൽകുമെന്നായിരുന്നു അറിയിച്ചത്. എന്നാൽ ഇന്നലെ ചേർന്ന യോഗത്തിൽ ഓണറേറിയം നൽകേണ്ടെന്ന നിലപാട് സർക്കാർ സ്വീകരിച്ചതിനെതിരെ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത്. ഇതിനു വേണ്ടി ഞങ്ങൾ മുറവിളി കൂട്ടി, ഞങ്ങൾ കോടതിയിൽ പോയി, ഹൈക്കോടതിയിൽ പോയി, സുപ്രീം കോടതിയിൽ പോയി. അങ്ങനെയാണ് ഞങ്ങൾക്ക് പ്രഖ്യാപിച്ചത്. അത് നൽകുമ്പോൾ നിങ്ങൾ അത് തന്നെ നൽകിയപ്പോൾ 6 മാസം പൈസ തരുന്നത്, പകുതി പൈസ. ഈ പകുതി പൈസയിൽ നിന്നും ഒരു പ്രതികാര ബുദ്ധിയോടുകൂടി എല്ലാ പൈസയും പിടിക്കുകയാണ് ഇപ്പൊ ചെയ്യുന്നത്. അതും ഞങ്ങൾക്ക് മുഴുവനായി ഓണത്തിന് കിട്ടുന്നത്. ഓണത്തിന് ഓഗസ്റ്റ് മാസം കമ്മീഷൻ ഓണത്തിന് മുമ്പ് ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചു. അത് തന്നില്ല, ഓണേറിയം തന്നില്ല, ഒന്നും തന്നില്ല. ഈ പൊതുവിതരണ രംഗത്ത് പ്രവർത്തിക്കുന്ന റേഷൻ വ്യാപാരി 95 ലക്ഷം കുടുംബങ്ങൾക്ക് റേഷൻ നൽകുന്ന മാത്രമാണോ ഈ 5.5 ലക്ഷം കുടുംബങ്ങൾ കിറ്റ് കൊടുക്കാൻ പറഞ്ഞു? 6 ലക്ഷത്തോളം കുടുംബങ്ങൾക്ക്. ഞങ്ങൾ കൊടുത്തില്ലേ? പൈസ തന്നോ? വേണ്ട. കഴിഞ്ഞ കൊല്ലം കൊടുത്തില്ലേ? അതും ഞങ്ങൾ പൈസ തന്നില്ല. അതൊക്കെ ഞങ്ങൾ സേവനമായി കണ്ടു. ഇത് നേരത്തെ റൂമെടുത്ത് കേരളത്തിലെ 95 ലക്ഷം 85 ലക്ഷം കുടുംബങ്ങൾക്ക് സൗജന്യ കിറ്റ് കൊടുത്ത ആ പൈസ ചോദിച്ചപ്പോൾ അത് നിങ്ങൾ വാങ്ങിയത് കൊണ്ട് ഞാൻ ഈ പൈസ തരില്ല എന്ന് പറയുന്ന ഈ നടപടി ശരിയായതല്ല. ഇത് ഈ ഒരു പൊതുസമൂഹത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറയാൻ പാടില്ലാത്തായിരുന്നു. സുപ്രീം കോടതി വരെ പോയാണ് ഓണക്കിറ്റിൽ കമ്മീഷൻ നൽകാനുള്ള ഉത്തരവ് വ്യാപാരികൾ സംഘടിപ്പിച്ചത്. വിധി വന്നിട്ടും കമ്മീഷൻ തുകയുടെ പകുതി മാത്രം ഇപ്പോൾ നൽകാമെന്നാണ് സർക്കാർ നിലപാട്. ഈ തുകയും എല്ലായിടത്തും എത്തിയിട്ടില്ല. നൽകിയ സ്ഥലങ്ങളിലാകട്ടെ സെപ്റ്റംബർ മാസ റേഷൻ സാധനങ്ങളുടെ വില കഴിഞ്ഞിട്ടുള്ള തുക മാത്രമാണ് അനുവദിച്ചത്. ഓഗസ്റ്റ് മാസത്തിലെ കമ്മീഷൻ പോലും നൽകാതെ വ്യാപാരികളുടെ കിറ്റ് കമ്മീഷനും ഓണറേറിയവുമായി കൂട്ടിക്കുഴിച്ച മന്ത്രിയുടെ നടപടി റേഷൻ വ്യാപാരികളോടുള്ള വഞ്ചനയാണെന്നും നിലവാരമില്ലാത്തതാണെന്നും വ്യാപാരികൾ ആരോപിക്കുന്നു. ജനം, തിരുവനന്തപുരം.